ഇത് നമ്മുടെ കോർഗറ്റ. ഇത് പഴുത്ത് നിൽക്കുകയൊന്നുമല്ല, ഇതിൻ്റെ കായാണ് ഈ മഞ്ഞ കളറിൻ്റെ. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഗ്രീനാണ് കിട്ടിയത്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഗാർഡൻ സെൻറ്ററിൽ ചെന്നപ്പം കിട്ടിയത് ഇതിൻ്റെ മഞ്ഞ കളറാണ്. 2-3 മൂടുണ്ട്. ചെറുകെ ഞങ്ങളുടെ പയറും കുക്കുമ്പറും ഒക്കെ ഒന്ന് വളർന്നു വരുന്നുണ്ട്. കാലാവസ്ഥയുടെ അനുസരിച്ച് എത്രയൊന്നും ആകുമെന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ ബീൻസും, ഇത് കോർഗറ്റ് അല്ല, ഇത് കുക്കുമ്പർ. ഒരു മുളകേ ഉള്ളൂ ഈ പ്രാവശ്യം. നമുക്ക് കൂടുതൽ മുളക് വാങ്ങിച്ചില്ല. ഞാൻ എല്ലാ വർഷവും വാങ്ങിക്കുന്ന കാന്താരി ഈ പ്രാവശ്യം കിട്ടിയില്ല. അത് വന്നില്ല ടെസ്കോയിൽ. അത് കാരണം വാങ്ങിക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ അടുത്ത ഒലിവാണേ, മുറ്റത്ത് നിൽക്കുന്നതാണ്. ഇത് നിറച്ച് പൂവുണ്ട്. ചുറ്റുപാട് നോക്കാമെങ്കിൽ നിറച്ച് പൂവുണ്ട്. കണ്ടോ, കുറച്ച് ചെറിയ മരമാണ് ഇത്. അതേ കുഞ്ഞു കുഞ്ഞു പച്ചക്കായകളൊക്കെ വരും. പക്ഷേ വന്നു കഴിഞ്ഞാലും അത് ഉണങ്ങിപ്പോവും. ഒരു ഉണങ്ങിയ കഴിഞ്ഞ വർഷത്തെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിപ്പോഴാണ് ഞാൻ പറിച്ച് കളഞ്ഞത്. ഇത് ഇച്ചിരി പൊക്കത്തിലൊക്കെ വരുന്നതാണ്. ഞാനതിനെ ഒരു ബോൺസായി പോലെ നിർത്തിയിരിക്കുന്ന കണ്ടില്ലേ. ഇതിൻ്റെ ചുവട് ഇത്ര ഒരു ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പച്ച പറിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ എന്തോ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനെ കഴിക്കാനൊക്കത്തുള്ളൂ പറയുന്നത്. പിന്നെ നമ്മുടെ ബൈബിളിലൊക്കെ ഉള്ള ഒരെണ്ണമല്ലേ, അതുകൊണ്ട് ഞാൻ കളയുന്നില്ല. അതിവിടെ നിന്നോട്ടെ. മഴയൊക്കെ കഴിഞ്ഞ് ഒരു മൂകമായ മേഘങ്ങളാൽ ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടില്ലേ. അത് ഇനി അടുത്ത മഴയ്ക്കുള്ള ഒരുക്കങ്ങളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ആകാശം കിടക്കുന്നത് കണ്ടില്ലേ. ഇവിടെ ചെറിയ കാറ്റൊക്കെ ഉണ്ട്. നോക്കിക്കേ, വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ആടി അലയുന്നുണ്ട് മന്ദമാരുതനടിക്കുമ്പോൾ. നോക്കിക്കേ, അങ്ങ് ദൂരെയോട്ട് നോക്കിക്കേ. ഇപ്പം പറന്ന് പൊങ്ങുന്ന ഒരു പ്ലെയിൻ നമുക്കതിലേ കാണാം. അതങ്ങനെ പൊങ്ങിപ്പോകുന്നു. അതിൻ്റെ ശബ്ദമാണിപ്പോൾ ഇതിനകത്തൂടെ കേൾക്കുന്നത്. കണ്ടോ, കണ്ടല്ലേ. അതിൻ്റെ ശബ്ദമായി ഇവിടെ നമ്മുടെ അടുത്തു നിന്നും പറന്ന് പൊങ്ങിയതാണത് കേട്ടോ. ഈ മതിലിനപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ഗ്രേപ്സാണ്. അത് വളർന്നു വരുന്നുണ്ട്. അതിലും കുറച്ച് കായൊക്കെ ഉണ്ട്. ഓരോ ദിവസവും ഓരോ കാലാവസ്ഥയാണ്. ഇന്ന് മഴയാണേ, നാളെ വെയിൽ, പിന്നെ തണുപ്പ്, പിന്നെ ചൂട്, ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. എല്ലാം ഒരു നല്ല സന്തോഷത്തിൽ പോകണമെന്ന് മാത്രം ഒരു ആഗ്രഹമേ ഉള്ളൂ കേട്ടോ.